നമസ്കാരം. കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ സുരേന്ദ്രന് തന്നെ കെ സുരേന്ദ്രനോട് ഒരു ടേം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, പിന്നെ തുടങ്ങി കുമ്മനം രാജശേഖരൻ വരെയുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ ഇവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ഡൽഹിയിൽ ഇടപെട്ട ഒരു വലിയ ഉന്നത നേതാവിന്റെ, മോഡിയെ കണ്ടതും അതുപോലെ തന്നെ അമിത്ഷായെ കണ്ടതും ജെ.പി. നദ്ദയെ കണ്ടതും അവിടെ നടന്ന ചില നിർദ്ദേശങ്ങളുടെ ചില ഓപ്പറേഷന്റെ ഫലമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു അപ്രതീക്ഷിത സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വന്ന് ഇവിടുത്തെ പ്രസിഡന്റ് ആയത്. അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ബി.ജെ.പിയുടെ കേരളത്തിന്റെ മുഖമായി ഒരു കാലഘട്ടത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുവന്നൊരു ശ്രമം നടത്തി നോക്കി, കേന്ദ്രമന്ത്രിയൊക്കെ നടന്നില്ല. ഒരു ന്യൂനപക്ഷ മുഖത്തെ വെച്ചുകൊണ്ട് പറ്റുമെന്ന് നോക്കി, അത് പരാജയപ്പെട്ടു. സുരേഷ് ഗോപിയെ കൊണ്ടുവച്ചുകൊണ്ട് വളരെ ഗൗരവമായ ഒരു ശ്രമം നടത്തി നോക്കി, അതും പരാജയത്തിലേക്ക് പോയി. സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയിലേക്ക് അങ്ങ് ചുരുങ്ങി, അല്ലാതെ ഒരു സംസ്ഥാന തലത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിലേക്കോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ശശി തരൂരിനെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റിക്കൊണ്ട്, ഐക്കൺ ഓഫ് കേരള ബി.ജെ.പി ആക്കിക്കൊണ്ടുള്ള വലിയൊരു ശ്രമത്തിലേക്കാണ് ബി.ജെ.പി പോകുന്നത്. ഈ ശ്രീധരനെ ആക്കിക്കൊണ്ട് പോയപ്പോൾ അത് അദ്ദേഹം കേരള സമൂഹം എടുത്തില്ല. ഷാഫി പറമ്പലിന്റെ അടുത്ത് പോലും തോറ്റുപോയി. ചെറിയൊരു ചെറുപ്പക്കാരന്റെ അടുത്ത് പോലും ഈ ശ്രീധരനെ പോലുള്ള ഒരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ തോറ്റുപോയി. അതുകൊണ്ട് അതും പരാജയപ്പെട്ടു. അവിടെയാണ് നമ്മുടെ ഒറിജിനൽ ശശി തരൂരിനെ ഇറക്കുന്നത്. ശശി തരൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശശി തരൂരിന് കോൺഗ്രസിനപ്പുറം ബി.ജെ.പിക്ക് അപ്പുറം കേരളത്തിന്റെ പൊതു മനസ്സിൽ ഒരിടമുണ്ട്. ആ വ്യക്തിത്വമാണ് ഡോക്ടർ ശശി തരൂർ. ആ ശശി തരൂരിന് നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെയും അദ്ദേഹം പറഞ്ഞു, മോഡി പാർലമെന്റിൽ കിടന്ന് അടിയും ബഹളം ഉണ്ടാക്കാതെ നീയൊക്കെ ദേശത്തിന് വേണ്ടി വല്ലതും ചെയ്യണം, ദേശീയമായ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയുന്നു. തനിക്ക് ഒരവസരം കിട്ടിയാൽ, തനിക്കൊരു സാഹചര്യം കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ, ഈ ദേശത്തെ സ്നേഹിക്കാൻ, ദേശത്തെ വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കളയില്ല എന്നാണ് മലയാള മനോരമയിൽ ഷാനി പ്രഭാകരുമായിട്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത്. പറഞ്ഞ് മോദി ഭക്തിയിലേക്ക് വല്ലാതെ കയറിയപ്പോൾ ഷാനി ഞെട്ടിപ്പോയി. കാര്യം ഷാനിയുടെ ജോലി പോവും. മനോരമ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ഇയാളെ കൊണ്ട് മോദി സ്തുതി പറയിക്കലായിരുന്നോ ഷാനി? എന്തേ ഷാനി ഇടയ്ക്ക് ഇടപെടാത്തത് എന്ന് ചോദിച്ചാൽ ഷാനിയുടെ ജോലി പോകും. കാര്യം ഷാനിയുടെയൊക്കെ ജോലി എങ്ങനെയും പറഞ്ഞ് മോദി വിരുദ്ധത അല്ലെങ്കിൽ ബി.ജെ.പി വിരുദ്ധതയൊക്കെ പറയുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ചാനലിന്റെ റേറ്റ് കൂട്ടാനാണ്. അല്ലാതെ ഇപ്പൊ ഷാനിക്ക് എന്താണ് മോഡിയോടും ബി.ജെ.പിയോടും ഒക്കെ ഒരു ശത്രുതയുള്ളത്? ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ചാനൽ റേറ്റിംഗ് കൂട്ടണമല്ലോ. അപ്പൊ അങ്ങനെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഇടയിൽ അതൊക്കെ വകവയ്ക്കാതെ ശശി തരൂർ വല്ലാതെ അടിച്ചു കയറി ദേശീയതയും ഓപ്പറേഷൻ സിന്ദൂറും നരേന്ദ്രമോദിയും ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ വല്ലാത്ത രൂപത്തിൽ ശശി തരൂർ അവതരിപ്പിച്ചു. ഈ മാസ്റ്റർ പ്ലാന്റെ മുന്നിൽ ആരാണ് ഇതിന്റെ കിങ് പിൻ, ആരാണെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. പലപ്പോഴും കേരളത്തിൽ ബി.ജെ.പിയിൽ നടക്കുന്ന അന്തർനാടകങ്ങളുടെയും ബി.ജെ.പിയിലെ നേതാക്കളായി വരുന്നവരുടെയും ഇവിടെ നിന്ന് പെട്ടെന്നൊരു നേതാവ് ഉണ്ടാകുന്നതിന്റെയും വളരെ പെട്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് ഗവർണർ സ്ഥാനം കിട്ടുന്നതിന്റെയൊക്കെ പിൻ പോയിന്റിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും RSS ആണ്. അതുപോലെ തന്നെ വേറെ ചില നേതാക്കളാണ്. അതുപോലെ തന്നെ ബി.ജെ.പിയിലകത്തുള്ള ചില നേതാക്കളുമാണ്. അങ്ങനെ ചില വ്യക്തികൾ ഇടപെടലുകളിലൂടെയും കാര്യങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന ആ ഉന്നതൻ ആരാണ്? ആ ഉന്നതന്റെ മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജ് കൊടുത്തിട്ടാണ് ശശി തരൂരിനെ കേരളത്തിൽ ഇറക്കുന്നത്? എന്തായാലും ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി 2026 വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമോ, നേമത്ത് മത്സരിക്കുമോ, അതോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറഞ്ഞൊരു ഹൈപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് ശശി തരൂരിന് വേണ്ടി മാറുമോ, അതോ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും ഒന്നിച്ചുണ്ടാകുമോ? തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും പ്രമുഖ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം ഒക്കെ കൊടുത്താൽ ഈസി ആയിട്ട് ശശി തരൂർ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ശശി തരൂരിനെ നിർത്തി ആ മണ്ഡലത്തിൽ ജയിപ്പിച്ചെടുത്തിട്ട് ശശി തരൂരിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കി അതിനൊക്കെ മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നുകൊണ്ടൊരു ബി.ജെ.പി ഗവൺമെന്റ് ഉണ്ടാക്കാൻ 2026 ബി.ജെ.പിക്ക് അണിയറയിൽ പ്ലാൻ ഒരുങ്ങുകയാണോ? ആ പ്ലാൻ ഒരുങ്ങലിന്റെ ഭാഗമായിട്ടാണോ ശശി തരൂർ അകത്ത് നിർത്തി കോൺഗ്രസിനകത്ത് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കോൺഗ്രസിൽ വലിയൊരു വിഭാഗത്തിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കി പുറത്തേക്ക് വരാനും അല്ലെങ്കിൽ അകത്ത് നിന്നാലും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാനുമുള്ള വളരെ വലിയ തന്ത്രപരമായ കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിന്റെ ഈ രാഷ്ട്രീയമായ പോക്കെന്ന് പറയുന്നത് തീർച്ചയായും ബി.ജെ.പിയിലേക്ക് തന്നെയാണ്. അത് കേന്ദ്രമന്ത്രിയായി എങ്ങനെയെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് മന്ത്രിയായിരുന്ന് ഇരിക്കുക എന്നുള്ളതല്ല ശശി തരൂർ നിൽക്കുന്നത്.
ഇടയ്ക്ക് പറഞ്ഞും പറയാതെയും ശശി തരൂർ പറയുന്നുണ്ട്, എനിക്കിനി അടുത്ത ലക്ഷ്യം കേരളത്തെ സേവിക്കലാണ്, കേരളത്തെ നന്നാക്കി എടുക്കലാണ്. കേരളത്തെ സേവിക്കുക, നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു MP എന്നുള്ള നിലയിൽ ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് പോരാ, എനിക്ക് അതിനപ്പുറമുള്ളൊരു സ്ഥാനം വേണം. അപ്പൊ MP-യേക്കാൾ വലിയ സ്ഥാനമല്ല MLA, MP-യേക്കാൾ വലിയ സ്ഥാനമാണ് മന്ത്രി, MP-യേക്കാൾ വളരെ വലിയ സ്ഥാനമാണ് മുഖ്യമന്ത്രി. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കസേര തീർച്ചയായിട്ടും ശശി തരൂർ സ്വപ്നം കാണുന്നുണ്ട്. ആ ശശി തരൂരിനെ കൊണ്ട് അങ്ങനെ ഒരു കിനാവ് കാണിക്കുന്നതിൽ, ഒരു സ്വപ്നം കാണിക്കുന്നതിൽ BJP-യിലെയും RSS-ലെയും ചില ഉന്നതന്മാർ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഉന്നതരാര് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ മാസ്റ്റർ പ്ലാൻ ആണോ ഇത്? അത് അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോംബിട്ടു, അത് നേമത്ത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബോംബിട്ടു. അങ്ങനെ ശശി തരൂരിനെ വേണ്ടി ഈ രാജീവ് ചന്ദ്രശേഖർ ചില പരിപാടികളുമായി ഇറങ്ങി അവസാനം ശശി തരൂരിനെ തന്നെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒരു കൺഫ്യൂഷൻ കോൺഗ്രസിലും CPM-ലും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശശി തരൂരിന്റെ എൻട്രി കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ശശി തരൂർ 2026-ൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത, അത് BJP-യുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അവിടെ അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെയുള്ള ആളുകളെ, ജോർജ് കുര്യനെ പോലുള്ള ആളുകളെ, സുരേഷ് ഗോപി പോലുള്ള ആളുകളെ ഇവിടെ ഇറക്കി കേരളത്തിൽ മറ്റൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുള്ള പല മണ്ഡലങ്ങളിലും, കേരളത്തിലെ 10, 40, 50 മണ്ഡലങ്ങളിൽ വലിയ ശക്തിയാണ് ഇപ്പോൾ BJP. ആ ശക്തിയെ 71-ലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അത് ക്രിസ്ത്യാനികളുടെ സഹായം കൂടെ കിട്ടിയാൽ, പിന്നെ മുസ്ലിംസിന്റെ കുറച്ച് പേരിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ കുറെ വോട്ട് കൂടെ കിട്ടിയാൽ, പിന്നെ അല്ലെങ്കിൽ CPM-നകത്തുള്ള വോട്ടൊക്കെ കിട്ടിയാൽ കോൺഗ്രസിനെ തളർത്താം എന്നുള്ള ചിന്തയും BJP-ക്കകത്ത് ശക്തമാണ്. അപ്പോൾ അത്തരത്തിൽ ശക്തമായ സർജിക്കൽ സ്ട്രൈക്കുകൾ BJP കൊണ്ടുപോകുന്നു. അത് നടക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ശശി തരൂർ എന്ന് പറയുന്നത് ഒരു ഐക്കൺ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെയും വലിയൊരു ഐക്കൺ തന്നെയാണ്. ശശി തരൂരിന്റെ കഴിവോ, ശശി തരൂരിന്റെ മാസ്മരികതയോ, ശശി തരൂരിനുള്ള ബഹുജന പിന്തുണയോ, അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനമോ മനസ്സിലാക്കാതെ പോയ ഏക പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി ശശി തരൂരിനെ പ്രയോജനപ്പെടുത്തുമായിരുന്നു. അങ്ങനെ പ്രയോജനപ്പെടുത്താതെ കേവലം ഒരു MP-യായി മാത്രം നിന്ന് തെക്ക് വടക്ക് നടന്ന് അദ്ദേഹം റെക്കമെൻഡേഷൻ ലെറ്ററും കൊടുത്ത് പാർലമെന്റിൽ വല്ലപ്പോഴും പോയി വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാൻ അവസരം കിട്ടി പോകാനുള്ള ഒരു മനുഷ്യനായി നിൽക്കാൻ ശശി തരൂരിന് താല്പര്യമില്ല എന്ന് 1000 വട്ടം ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുവികസനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ സംഭാവന തനിക്ക് നൽകാനുണ്ടെന്നുള്ള ശശി തരൂരിന്റെ മെസ്സേജ് പോകുന്നത് BJP ക്യാമ്പിലേക്കാണ്. അതിനുള്ള ചരടുബലികൾ ഡൽഹിയിൽ നടന്നു കഴിഞ്ഞു. ആ ഉന്നതൻ ആര് എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സംഘം ഉന്നതരുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം.